അനിൽബോസ്, ഇവിടെ താങ്കൾ മാർച്ചിൽ തന്നെ 300-ന് മുകളിലേക്ക് ഇന്ത്യ സഖ്യം നേടും എന്ന വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ആളാണ്. അന്നൊന്നും നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അത് പറഞ്ഞിരുന്നില്ല. പിന്നീട് ഏറ്റവും ഒടുവിൽ കെ സി വേണുഗോപാൽ അടക്കം പ്രധാനപ്പെട്ട നേതാക്കൾ അത് പറയുന്നുമുണ്ട്. BJP-യുടെ ആരോപണം പ്രചാരണത്തിൻ്റെ 45 ദിവസം നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴൊക്കെ നിങ്ങൾക്ക് ഭയമായിരുന്നു. പരസ്യപ്രചാരണം അവസാനിച്ചു. നരേന്ദ്രമോദി ഒരു ദിവസം ധ്യാനമിരുന്നപ്പോൾ ആ ധ്യാനം പോലും നിങ്ങളെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. ശ്രീ അനിൽ ബോസ്, നാളത്തെ എക്സിറ്റ് പോൾ ചർച്ചകൾ ബഹിഷ്കരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. തോൽവി ഭയക്കുന്നുണ്ടോ നിങ്ങൾ, അനിൽ ബോസ്? തോൽവി ഭയക്കുന്നത് കൊണ്ടല്ല, അതിൻ്റെ ചതി ഞങ്ങൾക്ക് വളരെ കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ്. നാളെ വരാൻ പോകുന്ന എക്സിറ്റ് പോളുകൾ മുഴുവൻ നരേന്ദ്രമോദിക്ക് അനുകൂലമായി തന്നെ ആയിരിക്കും അത് പ്ലാൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. അതിൻ്റെ പിന്നിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതിന് ചുമതലപ്പെടുത്തിയവരെക്കുറിച്ച്, അതിൻ്റെ പിന്നിലുള്ള ധനവിനിയോഗത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ധാരണയുണ്ട്. നാളെ നടക്കാൻ പോകുന്നത് ഞങ്ങൾക്കറിയാം. അല്ല, ഞാൻ പറയുന്നത് എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് അല്ല, പ്രയോജനമുണ്ട്, പറഞ്ഞുതരാം. വോട്ടെടുപ്പ് പൂർത്തിയായതിനു ശേഷം വാട്ട് മാറ്റേഴ്സ് എന്താണെങ്കിലും. അല്ല, തീർച്ചയായിട്ടും അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അതിൻ്റെ കാരണം പറയാം. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത്, സാധാരണ പ്രവർത്തകരെന്ന് പറയുന്നത് ഞങ്ങൾ ശമ്പളം കൊടുത്ത് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ജീവൻ സമർപ്പിച്ച് എന്ത് രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിൽ അറങ്കൊല ചെയ്യുന്ന ഒരു ശൈലിയുടെ ആളുകളല്ലല്ലോ കോൺഗ്രസ് പ്രവർത്തകർ. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നത് മാധ്യമങ്ങളാണ്. ഈ വിവിധ ചാനലുകൾ, ദേശീയ മാധ്യമങ്ങളും സംസ്ഥാന മാധ്യമങ്ങളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇവരിപ്പോൾ നാളെ സൃഷ്ടിക്കാൻ പോകുന്ന നരേറ്റീവ് എന്താ? ആ നരേറ്റീവ് എന്ന് പറയുന്നത് നാളെ ഇവർ ഒരു ഉജ്ജ്വല വിജയം നേടി വരുന്ന ദിവസം സത്യപ്രതിജ്ഞ ചെയ്യാൻ നേരം കുറിച്ചിരിക്കുന്നു, അതിന് സമയം നോക്കിയിരിക്കുന്നു, ഏറ്റവും നല്ല മുഹൂർത്തം നോക്കിയിരിക്കുന്നു, അതിന് സന്യാസിവര്യന്മാർ സമയം നിർദ്ദേശിച്ചിരിക്കുന്നു എന്നതടക്കമുള്ള വലിയ ചർച്ചകൾ ഉണ്ടാക്കി വലിയ പ്രചണ്ഡമായ പ്രവർത്തനം നടത്തും. പക്ഷേ നാളെ കഴിഞ്ഞ് നമ്മുടെ 2 ദിവസം കൂടെ കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം 4-ാം തീയതിയാണ്. 4-ാം തീയതി രാജ്യത്തുടനീളം കൗണ്ടിങ് നടക്കുമ്പോൾ ആ കൗണ്ടിങ് സ്റ്റേഷനുകളിൽ ഞങ്ങളുടെ ഏജന്റുമാരുണ്ടാകണം. ആ ഏജന്റുമാരുടെ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടി ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തകർ ബൂത്തിലെത്താതിരിക്കാൻ ഏതെങ്കിലുമൊക്കെ ആളുകൾ അയ്യോ നമ്മൾ തോറ്റുപോകുമോ, എന്നാൽ നമ്മൾ പോകേണ്ടതില്ല, നാണക്കേടല്ലേ, നമുക്ക് വിഷമമല്ലേ, നമുക്ക് സങ്കടമല്ലേ എന്ന് കരുതി പോകാതിരിക്കുന്ന മാനസികാവസ്ഥയിലേക്ക്, അതായത് ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചെയ്തവരും അതിനുവേണ്ടി ത്യാഗപൂർണ്ണമായി പ്രവർത്തിച്ചവരുമായിട്ടുള്ള ആളുകളെ അവരുടെ മാനസിക നില തകർക്കാനും പൊതുസമൂഹത്തിന് മാനസിക ചിന്തയെ മാറ്റിക്കൊണ്ട് പോകാനും അതിലൂടെ കിട്ടുന്ന ആബ്സെൻസിൽ, പോളിംഗ് ഏജന്റുമാരുടെ ആബ്സെൻസിൽ നടത്തുന്ന കൃത്രിമമടക്കം നടത്താൻ കഴിയുന്ന ശ്രമം പോളിംഗ് ബൂത്തുകളിൽ നടത്താൻ പല ആളുകൾക്കും കഴിയും. അത് പ്രത്യേകിച്ച് അതിനുള്ള എല്ലാ ടൂളും ഞങ്ങൾ വളരെ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ എക്സിറ്റ് പോൾ ചർച്ചകൾ അത് കൃത്യമല്ല, ജൂൺ 4-ാം തീയതി വരുമല്ലോ റിസൾട്ട്, അന്നിരിക്കാം എന്ന് പറയുന്നതിനപ്പുറം താങ്കൾ ഈ പറയുന്നത്, എനിക്ക് ഒന്ന് കെ സി വേണുഗോപാലും സമാനമായ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അല്ല, ഫോം 6-ന്റെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശ്രീ അനിൽ ബോസ്, ഇങ്ങനെ എന്തിനാണ് ഞങ്ങൾ വലിയ ഒരു വൈഡ് ആംഗിൾ കോൺസ്പിറസിയിലേക്ക് പോകുന്നത്? നിങ്ങൾ ആ വോട്ടെണ്ണൽ ദിവസം എന്തെങ്കിലും സംഭവിക്കും എന്ന് ഭയക്കുന്നുണ്ടോ അനിൽ ബോസ്? അല്ല, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ ഹാഷ്മി. ജൂൺ 4-ന് വോട്ടെണ്ണുമ്പോൾ ഞങ്ങൾ എല്ലാവരും, എല്ലാ പ്രതിനിധികളും വിവിധ ഇടങ്ങളിൽ ചർച്ചകളിൽ പങ്കാളിയാകുന്നുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ ഒളിച്ചുകൊള്ളുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നാണക്കേടും മാനക്കേടും ഉണ്ടാകേണ്ടത് ഒരു ഫലം എണ്ണുന്ന ദിവസം ചർച്ചയിൽ പോയിരിക്കുമ്പോൾ ഞങ്ങൾ തോറ്റാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മാറി നിൽക്കുകയല്ലേ? ഞങ്ങൾ അവിടെ മാറുന്നില്ല. ഇവിടെ പ്ലാൻഡായി നടക്കുന്ന, പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ബോധ്യമെങ്കിൽ അവിടെ പോയി വെടക്കാക്കി തനിക്കാക്കാനുള്ള ശ്രമത്തിന് നിന്നുകൊടുക്കാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല, ഇന്ത്യ സഖ്യം ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനമുണ്ട്. പോളിംഗ് ബൂത്തുകളിൽ ഞങ്ങളുടെ കണ്ണുകൾ ഉണ്ടാവണം, അവിടെ ഞങ്ങളുടെ പ്രവർത്തകരുണ്ടാവണം. ആ പ്രവർത്തകർ ആത്മവിശ്വാസത്തോടു കൂടി അവിടെ പോകണം. താങ്കളുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പറയുന്നതിന് മുമ്പ് മാർച്ചിൽ പറഞ്ഞ 300+ എന്ന ഒരു ടാലിയിലേക്ക് ഇന്ത്യ സഖ്യം എത്തും എന്ന ഈ ദിവസം, അവസാനഘട്ടം തീരാൻ പോകുന്നതിന്റെ ഈ ദിവസം താങ്കൾ വീണ്ടും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമോ അനിൽ ബോസ്? നിശ്ചയമായും. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വെറുതെ വാശി വെച്ച് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ എൻ്റെ പോയിന്റ്, ഇപ്പോൾ 303 സീറ്റുകളുള്ള BJP ഒരു പാർട്ടി, അതിൻ്റെ ഭൂരിപക്ഷമുള്ള ഏകകക്ഷി സിംഗിൾ പാർട്ടി മജോറിറ്റി എന്നുള്ളത് BJP-യുടെ നഷ്ടപ്പെടുത്തും. അത് നഷ്ടപ്പെട്ടിരിക്കും. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, BJP-യും സഖ്യകക്ഷികളും അടങ്ങുന്ന NDA സഖ്യത്തിൻ്റെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം 272 എന്ന് പറയുന്ന ഭൂരിപക്ഷം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയിരിക്കും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് വരും. അവിടെ ഞാൻ തുറന്നു പറയാനൊരു കാര്യം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാവില്ല ഞങ്ങൾ ഗവൺമെൻറ് ഉണ്ടാക്കുന്നത്. അനുബന്ധമായി നടക്കുന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള എൻ്റെ അറിവുകൾ ഇവിടെ പങ്കുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒന്ന് ഞാൻ ഉറപ്പിക്കുന്നു, ഈ പറയുന്ന BJP-യുടെയും NDA സഖ്യത്തിൻ്റെയും സിംഗിൾ ഭൂരിപക്ഷം
സിംഗിൾ പാർട്ടി എന്നുള്ള നിലയിലും സിംഗിൾ മുന്നണി എന്നുള്ള നിലയിലുമുള്ള ഭൂരിപക്ഷം നഷ്ടപ്പെടുത്തുന്ന ജനവിധിയാവും വരിക. ആ വിധി ഇന്ത്യ സഖ്യത്തിന് ഗവൺമെന്റ് ഉണ്ടാക്കാൻ അവസരമൊരുക്കുമെന്ന് ഈ ചർച്ചയിലും ആത്മവിശ്വാസത്തോടു കൂടി കരുതുന്ന ഒരാളാണ് ഞാൻ. കോൺഗ്രസ് പാർട്ടി ഇന്ത്യ സഖ്യം പൊതുവായി തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ 4-ാം തീയതി കാണാനുള്ളവരാണ്. തീർച്ചയായിട്ടും നമ്മൾ എത്രയോ കാലമായി കാണുക ഹാഷ്മി 24-ൽ ചർച്ച നടത്തുന്നതിന് മുമ്പ് എത്രയോ വർഷം താങ്കൾ ഡൽഹിയിൽ ജോലി ചെയ്തയാളാ, എത്രയോ കാലമായി നമ്മൾ കാണുന്നയാളാ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പലരെയും നമ്മൾ എത്രയോ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാണാം, ഞാനുണ്ടാവും. എനിക്ക് സമയം അനുവദിക്കുന്ന ഇടങ്ങളിൽ, പാർട്ടി നിയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ ഉണ്ടാവും. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.